വാക്കുകൾ പ്രയോഗിക്കുന്നതിൽ വളരെ ആലോചിച്ചു വേണം എന്നുള്ളത് തന്നെയാണ് സ്പീക്കർ പറഞ്ഞിരിക്കുന്നത്. ആണത്ത ഘോഷങ്ങൾക്കെതിരായിട്ടുള്ള ഒരു സന്ദേശങ്ങൾ കൂടി അതിനകത്ത് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. ഏതായാലും പൊതുപ്രവർത്തകർ പാലിക്കേണ്ട മാന്യതയും ഭാഷകൾ പ്രയോഗിക്കുമ്പോൾ ഉണ്ടാകേണ്ട പെരുമാറ്റങ്ങളെ സംബന്ധിച്ചും സഭ്യമായ രീതിയിൽ പെരുമാറണം എന്നതിനെ സംബന്ധിച്ചൊക്കെ വളരെ വ്യക്തമായിട്ട് ആ റൂളിങ്ങിൽ ഉണ്ടാവുകയാണ്. ചരിത്രപരമായ ഒരു റൂളിംഗ് ആയിട്ട് തന്നെ ഞാൻ ഇതിനെ കാണുന്നു. തീർച്ചയായിട്ടും അത്തരത്തിലൊരു സംവാദത്തിലേക്ക് അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിയതും സന്തോഷവും സ്വാഗതാർഹവുമാണ്. ഈ ഒരു പരാമർശം തീർച്ചയായും ഞാനൊരു വ്യക്തിപരമായിട്ട് ആയിരുന്നില്ല അതിനെ എടുത്തത്. ഇതൊരു രാഷ്ട്രീയ സംവാദം തന്നെയായിട്ടാണ് അതിനെ എടുത്തിരുന്നത്. അപ്പോൾ ആ ഒരു തലത്തിൽ തന്നെ അത് ചർച്ച ചെയ്യപ്പെടേണ്ടതും കൂടിയാണ്. സ്ത്രീപക്ഷ രാഷ്ട്രീയങ്ങൾക്കുൾപ്പെടെ ഒന്നുകൂടി കരുത്തു പകരുന്നതും ഊർജം പകരുന്നതും കൂടിയാണ് ഇത്തരത്തിലുള്ള സഭയിലുണ്ടായിരിക്കുന്ന ഈ റൂളിംഗ്. നിയമസഭയുടെ അന്തസ്സ് ഉയർത്തിയ ഒരു റൂളിംഗ് കൂടിയാണ് ബഹുമാനപ്പെട്ട സ്പീക്കറുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അതോടൊപ്പം വിവാദമായ പരാമർശം പിൻവലിക്കുന്നതായിട്ട് ബഹുമാനപ്പെട്ട എം എം മണിയുടെ ഭാഗത്തു നിന്നുണ്ടായതും തീർച്ചയായിട്ടും സന്തോഷവും, അതോടൊപ്പം അതൊരു തിരുത്താനുള്ള ഒരു പ്രേരണ കൂടിയായിട്ട് നമുക്ക് കാണുന്നു. അതൊരു മുന്നോട്ട് പോക്കിനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ടുകൂടി അതിനെ കാണുക. മുഖ്യമന്ത്രി സംസ്ഥാന സെക്രട്ടറി CPIയുടെ സംസ്ഥാന സെക്രട്ടറി പരോക്ഷമായി അന്ന് പിന്തുണച്ചുള്ള വാക്കുകളുണ്ടായി. അവരുടെ ഭാഗത്തുനിന്നും തന്നെ അത് പിൻവലിക്കണം. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി അത് സഭയിലും പറഞ്ഞതാണ്. അപ്പോൾ അത് അവർ പിൻവലിക്കണമെന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നതാണോ ഈ റൂളിംഗ്? അല്ല, അത് ആ റൂളിങ്ങിൽ അതൊക്കെ വളരെ കൃത്യമായിട്ടുണ്ട്. ഞാൻ വിചാരിക്കുന്ന ആ റൂളിംഗ് ഓരോ വാക്കുകളും എടുത്ത് പരിശോധിച്ചാൽ അത് വളരെ കൃത്യമാണ്. അത് വ്യക്തികൾ പാലിക്കേണ്ട അച്ചടക്കത്തെ സംബന്ധിച്ചും പൊതുബോധത്തെ സംബന്ധിച്ചും അത് ഓരോ വ്യക്തികളാണ് തീരുമാനമെടുക്കേണ്ടതും. വ്യക്തികൾ സംസാരിക്കുമ്പോൾ അത്തരത്തിലുള്ള മാന്യത സൂക്ഷിക്കണം എന്നുള്ളത് കൂടി ആ വാക്കുകളിൽ അന്തർലീനമാണ്. അത് പ്രത്യേകിച്ച് ആരുടെയും പറയേണ്ടതില്ല. ഏത് വ്യക്തികളായാലും അത് പൊതുപ്രവർത്തകരും രാഷ്ട്രീയ നേതാക്കന്മാരുമൊക്കെ പാലിക്കേണ്ട മാന്യതയെ കൂടി റൂളിംഗിൽ കൃത്യമായി പരാമർശിക്കൊണ്ട് ഇതായിരിക്കണം തീർച്ചയായിട്ടും നമ്മുടെ പൊതുപ്രവർത്തകരൊക്കെ സ്വീകരിക്കേണ്ട ഒരു മാർഗങ്ങൾ കൂടി. ഏത് കക്ഷിയിലും ഏത് രാഷ്ട്രീയത്തിലും പെട്ട ആളുകളായിക്കോട്ടെ, പ്രത്യേകിച്ചും ന്യൂനപക്ഷ വിഭാഗങ്ങൾ, സ്ത്രീകൾ ഉൾപ്പെടെയുള്ള സമൂഹത്തിലെ അടിച്ചമർത്തപ്പെട്ട വിഭാഗങ്ങളെ ഉന്നമനത്തിനു കൂടി അവരുടെ മുന്നോട്ടുള്ള വളർച്ചയ്ക്ക് കൂടി ഇത്തരത്തിലുള്ള പരാമർശങ്ങളെ വളരെ വ്യക്തതയോടുകൂടി അല്ലെ വളരെ സൂക്ഷ്മതയോടുകൂടി മാത്രമേ പ്രതിപാദിക്കാവൂ എന്നും വായിൽ വരുന്നത് മുഴുവൻ പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് ആരും വരരുത് എന്നുകൂടി വാഗ്മൊഴിയെ പറ്റിയും പഴമൊഴിയെ പറ്റിയും ഒക്കെ അതാണ് സ്പീക്കറുടെ റൂളിംഗ്. ഓരോ വാക്കും വളരെ നമ്മുടെ സമൂഹത്തിന് മാതൃകാപരമാണ്. മുന്നോട്ടുള്ള പോരാട്ടത്തിന് പൊതുപ്രവർത്തകർ പാലിക്കേണ്ട മാന്യതകളെയും ബോധത്തെയും സംബന്ധിച്ചുള്ള ഏറ്റവും ശക്തമായ ഒരു പ്രതികരണം കൂടിയായിട്ടാണ് അതിനെ കാണുന്നത്. ഇതൊരു ശക്തമായ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് കൂടിയായിട്ടാണ് കാണുന്നത്. പുരോഗമനപരമായ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്.